ഹായ് ഫ്രണ്ട്സ്, നാളെ +1 +2 എക്സാം. +1 വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പേപ്പർ നാളെ ഫിസിക്സ് തന്നെയാണ്. പിന്നെ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി റെയർ കോമ്പിനേഷനിൽപ്പെട്ടതുണ്ട്. പിന്നെ +2 വിദ്യാർത്ഥികളെല്ലാവരും സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നുണ്ട്. അതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. നാളെ എല്ലാ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് മലയാളം ആവാം, സാൻസ്ക്രിറ്റ് ആവാം, അറബി ആവാം, ഉറുദു ആവാം. എന്തായാലും ഒരു വിഭാഗം കുട്ടികൾക്ക് നാളെ എക്സാം തീരുന്നുണ്ട്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് പിന്നീട് എക്കണോമിക്സൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നെ +1 വിദ്യാർത്ഥികൾക്ക് സയൻസ് സ്റ്റുഡൻസിനെല്ലാം ഫിസിക്സ് ഉണ്ട്, സോഷ്യോളജി ആന്ത്രപ്പോളജിയും വരുന്നുണ്ട്. പിന്നെ നാളത്തെ ഫിസിക്സ് എപ്പോഴും ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും ഫിസിക്സിന് നല്ല പ്രാധാന്യമുണ്ട്. ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. സോഷ്യോളജിക്ക് കമ്പാരിറ്റീവ്ലി നമ്മളെ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. അതിലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. +2 വിദ്യാർത്ഥിയുടെ സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവരും ഫുൾ സ്കോറിൽ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് ഇയർ മാക്സിമം പേര് ഫുൾ സ്കോറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ അത് മെയിൻറ്റെയിൻ ചെയ്യണം. 200 ഔട്ട് ഓഫ് 200 എന്നുള്ള സ്കോർ നിലനിർത്താൻ വേണ്ടി. മാത്രമല്ല ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടും ഈ വർഷം കേരളത്തിൽ എൻട്രൻസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അവിടെയൊക്കെ ഈ ഓരോ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് പോലും നമ്മളെ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടീച്ചേഴ്സ് തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി, കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ക്വസ്റ്റ്യൻ്റെ മാതൃകയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് എഴുതി നിറക്കുക എന്നതിനപ്പുറം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളെ ഫുൾ മാർക്ക് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പ്രത്യേകം നന്നായി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഗ്രാമർ ശ്രദ്ധിക്കുക. ഹിന്ദി അറബിക്കൊക്കെ വരുമ്പോഴും ഗ്രാമറിന് പ്രാധാന്യമുണ്ട്, അതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും നാളെ ലാസ്റ്റ് എക്സാം ഉള്ളവരും അല്ല ഇനി എക്സാം ഉള്ളവരാവട്ടെ ആരാവട്ടെ, പ്രത്യേകിച്ച് ലാസ്റ്റ് എക്സാമൊക്കെ ഉള്ളവർക്ക് ലാസ്റ്റിലത്തെ എക്സാം വളരെ നന്നായി എഴുതാൻ പറ്റിയാൽ കുറച്ച് ഹാപ്പിനെസ് നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അതിന് നിങ്ങളുടെ ഒരു എഫേർട്ട് വേണം. അതുപോലെ തന്നെ മറ്റ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളുമൊക്കെ നന്നായി ശ്രമിക്കുക. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത സമയം. മലയാളത്തിനൊക്കെ സമയം തികയാതെ പ്രശ്നം പല കുട്ടികളും വരാറുണ്ട്. പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ ആൻസർ എഴുതി പോകുമ്പോഴാണ്. മാർക്കിനനുസരിച്ച് ആൻസർ എഴുതുക. നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഹിന്ദി, ഉറുദു, അറബി കുട്ടികളൊക്കെ എളുപ്പം വേഗം എഴുതി തീരുന്നത് കാണാറുണ്ട്. മലയാളംകാരാണ് മിക്കപ്പോഴും സമയത്തിനൊരു പ്രശ്നം അവരിൽ കണ്ടിട്ടുള്ളത്. അതുണ്ടാവരുത്. എല്ലാ പ്രത്യേകിച്ച് സമയമില്ലാതെ SC ഒക്കെ മിസ് ചെയ്യുകയാണെങ്കിൽ ആ വലിയൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരരുത്. പ്ലാൻ ചെയ്ത് എഴുതുക. എല്ലാവർക്കും ഫുൾ സ്കോർ കിട്ടട്ടെ സെക്കൻഡ് ലാംഗ്വേജിൽ. അതേപോലെ ഫിസിക്സ് സ്റ്റുഡൻസിനും സോഷ്യോളജി ആന്ത്രപ്പോളജി എഴുതുന്ന കുട്ടികൾക്കും മാക്സിമം ഫുൾ മാർക്ക് തന്നെ എന്ന ലക്ഷ്യത്തോടു കൂടി ശ്രമിക്കാനും അത് നേടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.